എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ തോൽവികൾ, എൻ്റെ തകർച്ചകൾ, എൻ്റെ വെല്ലുവിളികൾ, ആ എറിയാൻ കല്ലുമായിട്ട് എന്നെ ഓടിച്ചവരല്ലേ ഓടിച്ചെന്നെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നേ. എൻ്റെ പ്രതിസന്ധിയല്ലേ എന്നെ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേ. എൻ്റെ വെല്ലുവിളിയല്ലേ എന്നെ യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചേ. എൻ്റെ ജീവിതത്തിലെ തകർച്ചകളും പാപങ്ങളും അല്ലേ ഈ യേശുവിനെ കാണാനുള്ള അവസരം എനിക്ക് തന്നത്. അങ്ങനാണെങ്കിൽ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമാണ്. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയണമെന്ന് ചോദിച്ചു. യേശു കർത്താവ് ഒലിവുമലയിലുള്ള ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. പുടുന്നനവേ, പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറെ സ്വയം നീതിമാന്മാർ, കുറെ സ്വയവിശുദ്ധന്മാർ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആ പള്ളിയുടെ നടുക്ക് നിർത്തി. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഇത് യേശുവിനെ കുടുക്കുവാൻ, കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. എറിയണമെന്ന് പറഞ്ഞാൽ അവൻ പാപികളുടെ രക്ഷകനല്ലാതാകുന്നു. എറിയരുതെന്ന് പറഞ്ഞാൽ അവൻ ദുരുപദേശകനാകുന്നു. എന്നാൽ ഇവർ ചിന്തിക്കാത്തൊരു ഉത്തരം കർത്താവ് അവരോട് അറിയിക്കുന്നു. ഈ സമയത്ത് മൂത്തവരും ഇളയവരും മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി കല്ലും താഴെ ഇട്ടിട്ട് സൈഡിലൂടെ അവർ തിരിച്ചുപോയി. ഈ സ്ത്രീയും യേശുവും മാത്രം അവിടെ അവശേഷിക്കുന്നു. ഈ സമയത്ത് യേശു നിവർന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നു, സ്ത്രീയെ, അവരെവിടെ? നിന്നെ കല്ലെറിയാൻ വന്നവർ എവിടെ? ഒരു പേപ്പട്ടിയെ പോലെ നിന്നെ ഓടിച്ചു കൊണ്ടുവന്നവർ എവിടെ? അവിടെ ഈ സഹോദരി, കർത്താവ് അവളോട് ചോദിക്കുന്നു, നിന്നെ എറിയാൻ വന്നവരെവിടെ? ശരിക്കും അവൾ ചുറ്റും ഒന്ന് നോക്കി. അവൾ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെയും അവൾ കണ്ടില്ല. അവൾ ചുറ്റും നോക്കുമ്പോൾ യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവൾക്ക് കാണാൻ കഴിയാത്ത ആ സിറ്റുവേഷൻ ആണ്. ദാറ്റ് മൊമെന്റ് ഈസ് ദ മൊമെന്റ് ഓഫ് സാൽവേഷൻ. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്റെ പാരമ്പര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്ക് യേശുവിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്റെ പഴയ സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. യേശുവിനെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആ സമയത്തല്ലേ നമ്മൾ പറഞ്ഞേ, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തരുകയാണപ്പാ എന്ന്. ആ സമയത്തല്ലേ നമ്മൾ പറഞ്ഞേ, അപ്പാ, എൻ്റെ ലൈഫ് ഞാൻ നിനക്ക് വേണ്ടി തരികയാണെന്ന്. രക്ഷകനെ അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പാപവിമോചനം അവൾക്ക് ലഭിച്ചു. വിടുതൽ അവൾക്ക് ലഭിച്ചു. ഞാനൊരു സത്യം പറയട്ടെ, ഈ ലോകത്തിലെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത രക്ഷ, സാൽവേഷൻ, അതവൾക്ക് ലഭിച്ചു. ഈ സ്ത്രീയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ഈ പാപിനിയായ സ്ത്രീയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്, സഹോദരി, ഈ രക്ഷ നിനക്ക് എങ്ങനെ കിട്ടി? അതിന്റെ കാരണക്കാരാരാണ്? കാരണം യേശുവാണ്, റീസൺ യേശുവാണ്. പക്ഷെ കാരണക്കാരാരാണ്? നിനക്ക് വലിയൊരു വിടുതൽ കിട്ടിയല്ലോ, നിന്റെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയല്ലോ, ഒരു പുതിയ ജീവിതം നിനക്കുണ്ടായല്ലോ. അതിന്റെ കാരണക്കാരാരാണ്? ആ സഹോദരി ചോദിച്ചാൽ ആ സഹോദരി പറയും, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പാസ്റ്ററെ, അത് വായിച്ചിട്ട് മനസ്സിലായില്ലേ? എന്നെ എറിയാൻ കല്ലും എടുത്ത് കൈ പിടിച്ചോണ്ട് എന്നെ ഓടിച്ചവർ, എൻ്റെ ശത്രുക്കൾ, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ തോൽവികൾ, എൻ്റെ തകർച്ചകൾ, എൻ്റെ വെല്ലുവിളികൾ, ആ എറിയാൻ കല്ലുമായിട്ട് എന്നെ ഓടിച്ചവരല്ലേ ഓടിച്ചെന്നെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നേ. എൻ്റെ പ്രതിസന്ധിയല്ലേ എന്നെ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേ. എൻ്റെ വെല്ലുവിളിയല്ലേ എന്നെ യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചേ. എൻ്റെ ജീവിതത്തിലെ തകർച്ചകളും പാപങ്ങളും അല്ലേ ഈ യേശുവിനെ കാണാനുള്ള അവസരം എനിക്ക് തന്നത്. അങ്ങനാണെങ്കിൽ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ
അത് നിമിത്തമായി. എല്ലാ പരാജയങ്ങൾക്കും നന്ദി, നിന്നെ അടുത്തറിയാൻ അത് കാരണമായി. എത്ര പേർ പറയും, എൻ്റെ കർത്താവേ, എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി അപ്പാ, നിന്റെ സാന്നിധ്യം അറിയാൻ അത് ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചത് എപ്പോഴാണ്? നിങ്ങളുടെ ഭയങ്കര സന്തോഷത്തിന്റെ വേളകളിലാണോ? നിങ്ങളുടെ പ്രതിസന്ധികളിലാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് നിങ്ങളുടെ ബൈബിളിന്റെ മേളിൽ വീണതെപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചൂടേറിയ അനുഭവത്തിന്റെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ കത്തി ജ്വലിച്ചതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലത്തിന്റെ നിമിഷങ്ങളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറയാം, അപ്പാ, എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി കർത്താവും, നന്ദി, നിന്റെ സാന്നിധ്യം അറിയാനിടയായി. ടിനു പാസ്റ്ററിന്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ എവിടെയാ വന്നതെന്നറിയാമോ? തീച്ചൂളയുടെ നടുവിലാ. എന്റെ തീച്ചൂളയുടെ നടുവിലായിരുന്നു എന്റെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ. എന്റെ ഏറ്റവും നല്ല ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ചത് എപ്പോഴാണെന്നറിയാമോ? എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വെല്ലുവിളികളുടെ നടുവിലായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുനീരോടെ ആരാധിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. അതെ, ഞങ്ങളുടെ ഓരോ പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ഞങ്ങളുടെ ഓരോ പ്രതികൂലങ്ങളും ഞങ്ങളുടെ വാമിന വലിയ വളർച്ചയുടെ വളമാക്കി ദൈവം മാറ്റി. അങ്ങനെങ്കിൽ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സഹോദരിമാരെ, സഹോദരന്മാരെ നോക്കിയിട്ട് പറയുന്നു, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളരില്ല, നീ തകരില്ല, നീ പരാജയപ്പെടില്ല. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു വിജയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂ പോലെ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട്, അവന്റെ കൃപ കൊണ്ട്, അവന്റെ സ്നേഹം കൊണ്ട് നിന്നെ ഒരമ്മ ഒരു കുഞ്ഞിനെ, ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് പറയാം, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഒരു ടവല് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെ കർത്താവിന്റെ കൃപ കൊണ്ട് സ്വർഗം നിന്നെ പൊതിഞ്ഞു പിടിക്കും.